ശസ്ത്രക്രിയക്കിടെ ഡോക്ടർ മറന്നുവെച്ച കത്രികയും വയറ്റിൽ പേറി പുന്നപ്ര സ്വദേശിനിയായ വീട്ടമ്മ കഴിഞ്ഞത് 5 വർഷമാണ്. ഒന്നോർത്തു നോക്കണം. കേരളത്തിൽ ചികിത്സാ പിഴവുകൾ ഒറ്റപ്പെട്ട സംഭവമാണെന്ന ന്യായീകരണം ഇനിയും സർക്കാരിന് തുടരാനാകാത്ത വിധം അങ്ങേയറ്റം ജീർണിച്ച അവസ്ഥയാണ്. സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിലേക്ക് അടുക്കാൻ പോലും പേടിയാകുന്ന കഥകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. തിരികെ വണ്ടാനത്തേക്ക് പോകാൻ പേടിയാണെന്ന് ഉഷ പറയുന്നു. ഉഷയുടെ ഒരു പ്രതികരണം കൂടി കേൾക്കാം. എനിക്ക് ലളിതാംബിക ഡോക്ടറെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഡോക്ടറാണ് എന്നെ അഡ്മിറ്റ് ചെയ്തതും പിന്നെ ഓപ്പറേഷത്തിന് ഡേറ്റൊക്കെ തന്നത്. മെയ് 5-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ നടക്കണം. എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. പണിക്ക് പോകും. പണി ഇച്ചിരി ചെയ്യുമ്പോൾ അണയ്ക്കും. അതുപോലെ ഇപ്പം എവിടെയെങ്കിലും യാത്രയ്ക്ക് ഒറ്റയ്ക്ക് നടന്നു പോയാൽ ഭയങ്കര അണവല്ല എനിക്ക്. പിന്നെ നടുവേദനയുണ്ടോ ചില നേരത്തൊക്കെ. തൊഴിലുറപ്പിന് ചെല്ലുമ്പോഴൊക്കെ നടുവേദനയൊക്കെ കാണുമായിരുന്നു. അതൊക്കെ ഞാൻ കൂട്ടാക്കാതെ നടക്കും. ഡോക്ടർമാർ സമ്മതിച്ചില്ല അവരുടെ വീഴ്ചയാണ്. അവരുടെ വീഴ്ചയാണെന്ന് സമ്മതിക്കാൻ നമുക്ക് ലളിതാംബിക ഡോക്ടർ ഇല്ലല്ലോ. നാസർ ഡോക്ടറുടെ വീട്ടിൽ ഞങ്ങൾ കൊണ്ട് കാണിച്ച ഈ മൂത്രത്തിൽ കൂടെ ബ്ലഡ് വരുന്ന കണ്ടുണ്ട്. അപ്പോഴാ പുള്ളിക്കാരൻ ഡോക്ടറാണ് എനിക്ക് ഈ എക്സ്റേ എടുക്കാനും സ്കാൻ ചെയ്യാനും എല്ലാം കുറിച്ച് തന്നത്. ഡോക്ടറുടെ വീട്ടിൽ കൊണ്ട് കാണിച്ചിട്ട് ഡോക്ടർ തന്നെയാണ് നമുക്ക് എക്സ്റേ എടുക്കാനും മൂത്രം പരിശോധിക്കാനും സ്കാൻ ചെയ്യാനും ഒക്കെ ഡോക്ടർ കുറിച്ച് തന്നിട്ട് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട്. തുടക്കത്തിലെ എന്നെ കൊണ്ട് എല്ലാ ഡോക്ടർമാരുടെ വീട്ടിലും പിന്നെ ആശുപത്രിയിലൊക്കെ കൊണ്ട് നടക്കുമായിരുന്നു. വേദന സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴേ ഇഷ്ടംപോലെ പൈസയും ചിലവായിട്ടുണ്ട്. നഷ്ടപരിഹാരം വേണം. അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സാധാരണക്കാർക്ക് അഭയമാണ് സർക്കാർ സേവനങ്ങളും സർക്കാർ ആശുപത്രികളിലും. അവിടെയാണ് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ അനവധി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് പരിഹാരമുണ്ടാകണം. നമ്മൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. ആ അവകാശം പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക് പോകാൻ പാടില്ല. ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാൻ ഡോക്ടർ ബൈജു സേനാധിപൻ, സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗമാണ്. ഒപ്പം ശ്രീ അഞ്ജൽ ജോബ്, ആരോഗ്യ പ്രവർത്തകൻ. ഹർഷീന കൂടി നമ്മളൊപ്പം തത്സമയം ചേരുകയാണ്. കഴിഞ്ഞ എത്രയോ നാളുകളായി കത്രിക വയറ്റിലിട്ട് ദുരിതം അനുഭവിക്കേണ്ടി വന്ന കോഴിക്കോട്ടെ യുവതിയാണ്. ഇവർ മൂവരുമാണ് ചർച്ചയിൽ പങ്കുചേരുന്നത്. ഡോക്ടർ ബൈജു സേനാധിപൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടാകുന്നത്? കാരണം ഒരു ശസ്ത്രക്രിയ കഴിയുമ്പോൾ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം ഇങ്ങനെ മറന്നു വെച്ച് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ, അതിൽ നിന്ന് ആദ്യം തുടങ്ങിയാൽ. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൂടുമ്പോഴാണല്ലോ അത് ഒരു സിസ്റ്റത്തിൻ്റെ പാളിച്ചയായി നമുക്ക് കാണേണ്ടുന്നത്. അതൊരു സാധാരണ ഞാനൊരു ഉദര ശസ്ത്രക്രിയ വിദഗ്ധനാണ്. സാധാരണ ഉദര ശസ്ത്രക്രിയയിലാണ് ഇങ്ങനെയുള്ള ഈ വെച്ചുമറക്കലുകൾ കൂടുതലായിട്ട് കാണപ്പെട്ടത്. തലച്ചോറിൻ്റെ ശസ്ത്രക്രിയയിൽ അങ്ങനെ വെച്ചുമറക്കാൻ സാധ്യത കുറവാണ്. മുട്ടിലുള്ളൊരു ശസ്ത്രക്രിയ ആണെങ്കിൽ വെച്ചുമറക്കാൻ സാധ്യത. ഈ ഉദരാശയം എന്ന് പറയുന്ന ഒരു വലിയ അറയായതുകൊണ്ടും അതിനകത്ത് കുടലുകളും മറ്റ് അവയവങ്ങളും ഉണ്ടായതുകൊണ്ടും അതിന് ചില മുടുക്കുകളും ക്രെവിസസും കോർണേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് അതിനകത്ത് കയറിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് മറ്റ് അവയവങ്ങളെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഉദരാശയത്തിലൊരു ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ കൂടുതൽ അവധാനതയോടുകൂടി നമ്മൾ അത് കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. WHO തന്നെ നിഷ്കർഷിക്കുന്നുണ്ട് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ ചെക്ക് ലിസ്റ്റ് നോക്കാനായിട്ട്. അതായത് ഉദരാശയത്തിൽ പ്രത്യേകിച്ചും, അത് പ്രത്യേക അറയായതുകൊണ്ട് ഉദരാശയത്തിൽ പ്രത്യേകിച്ച് 4 പ്രാവശ്യം കൗണ്ട് ചെയ്യണമെന്ന്. 2 പേര് സെപ്പറേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് 4 പ്രാവശ്യം, അതായത് തുടക്കത്തിൽ കൗണ്ട് ചെയ്യണം, ഈ ഉപകരണങ്ങൾ എടുക്കുന്ന സമയത്ത് കൗണ്ട് ചെയ്യണം, 2 ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം ഇത് ഉദരാശയം പൂട്ടുന്നതിന് മുമ്പായിട്ട് കൗണ്ട് ചെയ്യണം, 3 സ്കിൻ ഇടുന്നതിന് മുമ്പ്, അതായത് തൊലിപ്പുറത്തുള്ള തൈരിടുന്നതിന് മുമ്പായിട്ട് വീണ്ടും കൗണ്ട് ചെയ്യണം, 3 4മത്തത് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഉപകരണങ്ങൾ കെട്ടിവെക്കുന്ന സമയത്ത് കൗണ്ട് ചെയ്യണം. 4 പ്രാവശ്യം കൗണ്ട് ചെയ്യണമെന്നാണ് WHO പറയുന്നത്. അതും 2 കൗണ്ട് ചെയ്യേണ്ടുന്നത് ശരിക്കും സ്ക്രബ് നേഴ്സ്, അതായത് ആ ശസ്ത്രക്രിയക്ക് വാഷ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സ്ക്രബ് ചെയ്തിരിക്കുന്ന നേഴ്സും ഫ്ലോർ അസിസ്റ്റന്റും കൂടിയാണ് കൗണ്ട് ചെയ്യണമെന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. പക്ഷെ അത് ലൗഡായിട്ട് കൗണ്ട് ചെയ്യണമെന്നും ആ കൗണ്ട് ചെയ്യപ്പെടുന്നത് ഡോക്ടർ കേൾക്കണമെന്നും ഡോക്ടർ അത് നിജപ്പെടുത്തണമെന്നും നിഷ്കർഷതയുണ്ട്. അപ്പൊ ഇതൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് സംശയമുണ്ട്. സാധാരണ നമ്മുടെ ഈ സർക്കാർ സംവിധാനങ്ങളിൽ ഈ ഫ്ലോർ നഴ്സുമാരുടെ അഭാവം ഈ പറഞ്ഞ രീതിയിൽ ചെക്ക് ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് അത് നോക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അഭാവം ഉണ്ടോ? അഭാവം ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ്. അത് മാത്രമല്ല, നമ്മളൊരു
ഒരു സർജിക്കൽ സെറ്റ് നമ്മൾ സ്റ്റെറിലൈസേഷൻ വിടുമ്പോൾ നമ്മൾ പല ബണ്ടുകളാക്കി ആണ് സ്റ്റെറിലൈസേഷൻ വിടുന്നത്. അപ്പം ഇതിനകത്ത് കാണപ്പെട്ടിരിക്കുന്ന ആർട്ടറി ഫോഴ്സസ് എന്ന് പറയുന്ന സംഭവമാണ്, കത്രികയല്ലത്. ആർട്ടറി ഫോഴ്സസ് എന്ന് പറയുന്ന സാധനം നമ്മൾ 6 ഇൻസ്ട്രുമെന്റ്സിന്റെ ബണ്ടിലായിട്ടാണ് കെട്ടുന്നത്. ഒരു ബണ്ടിലിനകത്ത് ആറ് സ്റ്റെറിലൈസേഷൻ വിടുമ്പോൾ തന്നെ 6 എണ്ണത്തിന്റെ ഒരു കൂട്ടമായിട്ടാണ് വിടുന്നത്. അത് തിരിച്ച് നമ്മൾ വീണ്ടും സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ അത് കഴുകുന്നതിന് വേണ്ടി പാക്ക് ചെയ്യുന്നതിനും 6 കൂട്ടമായിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ആ പാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൗണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ 5 ആവുമ്പോഴാണല്ലോ ഇത് ഒരെണ്ണകത്ത് പോകുന്നത്. അപ്പൊ അത് കൃത്യമായി കൗണ്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ സംഭവിച്ചതാണ് എന്നാണ് എൻ്റെ അനുമാനം. ഒരു കാര്യം കൂടി ഡോക്ടർ, ഇതിങ്ങനെ വയറ്റിൽ കിടന്നാൽ വർഷങ്ങളോളം കിടന്നാലും ഒരു കുഴപ്പമേ ഇല്ല എന്ന് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഭാഷയിൽ സംസാരിച്ച മാഡം അത് ഡോക്ടർ എടുത്ത് അങ്ങനെയാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ സാധാരണ രീതിയിൽ ഇത് എന്തെങ്കിലുമൊക്കെ പെയിനോ കാര്യങ്ങളോ ഉള്ളിൽ പഴുപ്പോ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അപൂർവം ചില സംഗതി എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത കാലത്ത് 26 വർഷത്തിന് ശേഷം ഒരു മോപ്പ് ഞാൻ തന്നെ പുറത്തെടുത്തു. 27 വർഷത്തിന് മുമ്പ് ഒരു സർജറി ചെയ്തിട്ട് മോപ്പ് ഉള്ളിലായിപ്പോയി. ഞാൻ പറഞ്ഞത് ഡോക്ടർ ബൈജു സേനാധിപൻ ഈ ലളിതാംബിക എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ആ മഹതിയുടെ ആ ഡോക്ടറോട് പറയുന്നത് എന്താണ്? ഒരു കുഴപ്പമില്ലാത്ത രീതി നിസ്സാരവൽക്കരിക്കുകയാണ്. ഇത് കുഴപ്പമില്ല, അയ്യോ ഇതിലൊരു കുഴപ്പമില്ല, എത്ര വർഷം വേണം പറയുന്നത് എന്താണ്? 20 വർഷം മുൻപാണോ ഇട്ടതെന്ന് ചിലപ്പോൾ സംശയിക്കേണ്ടി വരുമെന്ന്. ഇപ്പോൾ ഇട്ടതാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇവരൊക്കെ ഏത് മാനസികാവസ്ഥ, ഏത് മനോനിലയിലാണ് ഇവരൊക്കെ സംസാരിക്കുന്നതെന്ന് അത്ഭുതപ്പെട്ടു. കാരണം ഇവരുടെയൊക്കെ കുടുംബത്തിലെ ഏതെങ്കിലും മക്കൾക്കോ അല്ലെങ്കിൽ സഹോദരിയുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ആണെങ്കിൽ ഇവർ ഈ വർത്തമാനം പറയുമോ ഡോക്ടർ? എൻ്റെ അറിവ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഗസ് ചെയ്യുന്നത് മാഡം പറഞ്ഞത് ചിലവരിൽ അങ്ങനെ ഉണ്ടാകാമെന്നായിരിക്കാം. പറഞ്ഞത് തെറ്റായിരിക്കാം, അറിയില്ല. മാഡത്തിന് മനോഗതി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം. ഹർഷന, ഈ ചോദ്യം ഈ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഹർഷനയും കേട്ടുകാണുമെന്ന് തോന്നുന്നു. ലളിതാംബിക എന്ന ആരോപണ വിധേയമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഭാഗത്തേക്ക് ബൈറ്റ് എടുക്കാൻ മാധ്യമപ്രവർത്തകർ പോകുമ്പോഴാണ് പറയുന്നത്. എനിക്കൊരു വിചിത്ര ന്യായമായിട്ടാണ് തോന്നുന്നത്. എത്ര വർഷം വേണമെങ്കിലും കിടന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ ഹർഷന അനുഭവിച്ച വ്യക്തിയാണ്. ആ വാക്കുകളെ എങ്ങനെ ക്രോസ് ചെയ്യാൻ കഴിയും ഹർഷന? എന്താ പറയുക, ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഡോക്ടർ അങ്ങനെ പറയില്ലായിരുന്നു എന്ന് തന്നെയാണ്. കാരണം ഇത്രയും അനുഭവിച്ച വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കറിയാം തുടക്കം മുതൽ ഇത് എവിടുന്ന് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയാലോ. അത് വയറിനുള്ളിൽ എത്തി ആ ഒരു അനസ്തേഷ്യ എഫക്റ്റ് വിട്ടത് മുതൽ അന്ന് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാണ് എൻ്റെ പ്രയാസങ്ങളും സഹിക്കാൻ കഴിയാത്ത വേദനകളും. വലിയൊരു സിസേറിയൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ സിസേറിയൻ്റെ വേദനയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് 5 വർഷം നമ്മൾ നിന്നു എന്നല്ലാതെ അതുമൂലം ഉണ്ടായ ഇൻഫെക്ഷനുകൾ, അതുമൂലം ഇൻഫെക്ഷൻ കാരണം ഒരു ഗ്ലാൻഡ് തന്നെ എടുത്തു കളയുന്ന അവസ്ഥ, യൂറിനൽ ഇൻഫെക്ഷൻ, സഹിക്കാവുന്ന ഒരു ഇപ്പോൾ ആ ഒരു ഉഷ എന്ന് പറഞ്ഞ അവർ അനുഭവിക്കുന്ന ഒരു വേദന എനിക്കിപ്പോൾ അനുഭവിക്കാൻ കഴിയും. അത്രക്കധികം നമ്മൾ അനുഭവിച്ച ഒരു വ്യക്തി എന്ന് നിലയ്ക്കും. ഇപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ടല്ലോ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് എന്താന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അത് വെച്ചവർക്കാർക്കും 50-500 വർഷം കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇത് ഇരയായവർക്ക് ഇത് കാലാകാലം മരണം വരെ അല്ലെങ്കിൽ ഒരു പക്ഷേ മരണത്തിൽ തീർന്നു പോകും. മരണം വരെ അനുഭവിക്കാവുന്ന വേദനകളും പ്രയാസങ്ങളും ഉണ്ടാവുന്നുള്ളത് അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ പറയാനുള്ളത്. തീർച്ചയായും ഹർഷന, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നത് എല്ലാം ഓക്കെയാണ്, ഹർഷനയ്ക്ക് എല്ലാം ചെയ്തു കൊടുത്തു എന്ന രീതിയിൽ എന്താണ് ഈ വീരവാദം മുഴക്കാൻ വേണ്ടി ഹർഷനയ്ക്ക് ചെയ്ത സാരോപദേശവും ചേർത്ത് വയ്ക്കലും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ നൽകിയ ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ മന്ത്രിയൊക്കെ ഈ പറയുന്ന സിസ്റ്റമൊക്കെ പറയുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത് അക്കാര്യത്തിൽ? ഹർഷന ഇന്നും ദുരിതം പേറി മുന്നോട്ട് പോവുകയാണോ? ഇത് നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായിട്ടറിയാം എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ ഇടപെടലുകൾ ആരോഗ്യമന്ത്രിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത്. എന്നാലും ഞാൻ തന്നെ നേരിട്ട് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ആദ്യമായിട്ട് നമ്മൾ പരാതി കൊടുത്തു, ഒരു പരിഹാരം ആവില്ല എന്ന് തോന്നിയ മുതൽ 6 മാസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു സമരമുഖത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. 15 ദിവസത്തിനുള്ളിലാണ് ആരോഗ്യമന്ത്രി അന്നും പരിഹാരം ഉറപ്പ് പറഞ്ഞത്. അതിനുശേഷം സമരപ്പന്തലിൽ നേരിട്ട് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ഇങ്ങനൊരു വേദന ഒരാൾക്കും സഹിക്കാൻ കഴിയില്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാവും, നഷ്ടപരിഹാരവും, ഇത് ചെയ്തവർക്കെതിരെ കർശന നടപടിയും ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ പല തരത്തിലുള്ള ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണങ്ങൾ നടന്നു എന്ന് മാത്രമല്ല, റിപ്പോർട്ട് പലതും തേടി.
എന്നിട്ടും അവർക്ക് വ്യക്തമായില്ല ഇത് ഏത് വർഷം നടന്നു. 3 സിസേറിയൻ്റെ വർഷങ്ങൾ മാറി മാറി പറഞ്ഞിങ്ങനെ ഇപ്പോഴും 2014 17 എന്ന് പറഞ്ഞ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അനുഭവിച്ച വ്യക്തി നിലക്കും സാഹചര്യ തെളിവുകളും നമ്മളെ കയ്യിലുള്ള സ്കാനിങ് MRI സ്കാനിങ് അടക്കമുള്ള എല്ലാ തെളിവുകളും സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അതിവിദഗ്ധമായി തെളിയിച്ച് കഴിഞ്ഞു. ഇതെവിടുന്ന് സംഭവിച്ചു, ആര് ചെയ്തു, ആരൊക്കെയെന്ന് റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞത് ചാർജ് ഷീറ്റ് കോടതിയിലെത്തിയിട്ടും ഇതിന് കാരണക്കാരായവർക്കെതിരെ എന്ത് നടപടി ആരോഗ്യമന്ത്രി എടുത്തു, അല്ല ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് എന്ത് തരത്തിലുള്ള നടപടി വന്നു എന്നുള്ളതാണ്. മാത്രമല്ല നമുക്ക് ഉഷാ ജോസഫിന്റെ സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർ ഈ ലളിതാംബിക ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്, എവിടെയായിരുന്നു ഈ വേദന വന്നപ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന അനുഭവിച്ച വേദന അനുഭവിക്കുന്നതാണ് 5 വർഷമായിട്ട്. അപ്പോൾ അവരെ കൂടി സംശയത്തിന്റെ നിഴലിലാക്കുന്നതാണോ ഈ ചോദ്യം? എത്രത്തോളം മനസ്സലിവില്ലാത്തൊരു ചോദ്യമായി തോന്നുകയല്ലേ കേരളത്തിന്? വേദന വന്നപ്പോൾ ഡോക്ടറിന്റെ ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അവരുടെ ആ ഒരു എന്താണ് ആ ഒരു ഡോക്ടർ എന്നുള്ളത്. ബാക്കിയുള്ള ആത്മാർത്ഥതയുള്ള നല്ല ഡോക്ടേഴ്സിന് പോലും അപമാനമാകുന്ന രൂപത്തിലാണ് ആ ഡോക്ടറിന്റെ സംസാരം. ഞാൻ തന്നെ എൻ്റെ ഈ ഒരു സർജറി കഴിഞ്ഞ് കത്രിക പുറത്തെടുത്തതിന് ശേഷം എൻ്റെ സർജറി ചെയ്ത 2 ഡോക്ടേഴ്സ് ഇതേ ക്വാളിഫിക്കേഷനുള്ള ഡോക്ടേഴ്സ് ആയിരിക്കുമല്ലോ അവിടെയും, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള ഡോക്ടേഴ്സ്, അവർ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ച മോളെ നീ എങ്ങനെ 4-5 വർഷത്തോളം ഇത് കൊണ്ട് ജീവിച്ചു, ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നീ ഇന്ന് രക്ഷപ്പെട്ടിട്ട് ഇന്റേണൽ ഓർഗൻസിന് ഒന്നും സംഭവിക്കാതെ നിന്റെ ജീവനും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നീ രക്ഷപ്പെട്ടത് എന്നാ ഡോക്ടേഴ്സ് പറഞ്ഞ്. അങ്ങനെ ആ ഡോക്ടേഴ്സ് അന്ന് പറയേണ്ടിയിരുന്നല്ലോ ഇതിനുമാണ് 500 വർഷവും നീ വയറിൽ കൊണ്ടുനടന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അല്ല, അനുഭവിച്ച വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അനുഭവിച്ച പ്രയാസങ്ങൾ ഇപ്പം അവർ പറയുന്നത് മൂത്രത്തിൽ കല്ലുള്ളത് കൊണ്ടാണ് ആ ചേച്ചിക്ക് വേദന വന്നത്. ഇതൊക്കെ എന്ത് മനുഷ്യത്വമില്ലാത്ത ഓരോ ന്യായവാദങ്ങളാണെന്നുള്ളത്. ഇത് അനുഭവിക്കുന്ന മനുഷ്യർക്ക് അറിഞ്ഞൂടെ? ഒരു നൂല് വയറിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നമ്മളെ ഇറച്ചി ഉള്ളിൽ എവിടെയെങ്കിലും കുടുങ്ങിയാലുണ്ടാകുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താ? അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇത്രയും വലിയൊരു ഉപകരണം കിടന്നാൽ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല എന്ന് പറയാൻ ഇവരൊക്കെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്ത് ഡോക്ടറാണ് എന്നുള്ള മനുഷ്യത്വം തൊട്ട് തീണ്ടിയില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് തന്നെ പറയാം. ഹർഷിന പറഞ്ഞത് വളരെ കേരളം കേൾക്കേണ്ട കാര്യങ്ങളാണ്. ഹർഷിന പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തിയും മൂർച്ചയും കൂടുന്നത് ഓരോ വർഷവും എത്രയോ തവണ വന്ന് കേരളത്തോട് വിലപിച്ച ഹർഷിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞതുപോലെ ഈ പറയുന്ന ഉഷാ ജോസഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വെച്ച കത്രിക അതിപ്പോൾ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്തേക്ക് നമ്മൾ സരസമായി പറയുമ്പോഴും അതിൻ്റെ വേദന അനുഭവിക്കുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. ശ്രീ അഞ്ചൽ ജോബ്, ഓരോ ഡോക്ടർമാർക്ക് എങ്ങനെ ഇതിനോട് മുഖം തിരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ ചർച്ചയിൽ നമ്മൾ ഈ KGMCT എന്ന സംഘടനയുടെ പ്രതിനിധിയെ സംസ്ഥാന ഭാരവാഹി ക്ഷണിച്ചിരുന്നു. KGMO ഒക്കെ അവരുടെ സംസാരിച്ചു. അവരൊക്കെ KGMCT മറ്റൊരു സമരത്തിൻ്റെ മുഖത്താണ്. ഞങ്ങൾക്ക് സമരത്തിൻ്റെ, അതായത് സർക്കാരിൽ നിന്ന് ഒരുപാട് ആ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സമരമാണ്, പ്രക്ഷോഭമാണ്. അപ്പോൾ ഈ ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ വഴിമാറിപ്പോകുമെന്നാണ് ആ മഹതി അറിയിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവരുടെയൊക്കെ തന്നെ അറ്റൻഷൻ പ്രയോറിറ്റി എവിടെയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ ഒരു സംഭവം ഉണ്ടായത്? ഇതിലെ നമ്മൾ പഴിക്കേണ്ടത് ആരെയാണ്? ഏത് സിസ്റ്റത്തെയാണ് നമ്മൾ ഇതിൽ തിരുത്തൽ ആവശ്യപ്പെടേണ്ടത്? അല്ല, സിസ്റ്റം ഈ സിസ്റ്റത്തിൽ തന്നെ ഇവിടുത്തെ കേരള ആരോഗ്യവകുപ്പിനെ തന്നെയാണ് വഴിക്കേണ്ടത്. പക്ഷേ തെറ്റു പറ്റിയിട്ടും ആ തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇതിപ്പം കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായി, അത് കഴിഞ്ഞ് ജനറൽ ഹോസ്പിറ്റൽ സംഭവം കഴിഞ്ഞ വർഷമുണ്ടായി. ഇപ്പം വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് ഇപ്പോൾ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ, എക്സ്റേയിലൂടെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ ലളിതാംബിക എന്ന് പറയുന്ന ഡോക്ടർ പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു, ഇത് 50 വർഷം വയറ്റിനകത്ത് കിടന്നാൽ യാതൊരു കുഴപ്പമില്ലെന്ന്. ഇവരൊക്കെ റഷ്യയെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വുഹാണ്ടിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ടൊന്ന് MBBS പാസ്സായെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതൊക്കെയും കേരളത്തിൽ നിന്നായിരിക്കത്തില്ല. വിവരദോഷങ്ങൾ വിളിച്ചു പറയുകയാണ്. വിവരദോഷങ്ങൾ, ഒരു തെറ്റുപറ്റി അത് സംഭവിച്ച തെറ്റാണ് എന്ന് പറയാനുള്ള നട്ടലുണ്ടാവണം. ഇതല്ലാതെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു സർക്കാർ ഹോസ്പിറ്റലുകളിൽ ലിസ്റ്റ് ഇല്ല, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഇൻസ്ട്രുമെൻസിൻ്റെ ലിസ്റ്റുകളില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ലിസ്റ്റ് ഉണ്ട്, വേണമെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നാൽ കാണിച്ചു തരാം. ഓപ്പറേഷൻ തിയേറ്ററിൽ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന സാധനങ്ങൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ സാധനങ്ങൾ ഓപ്പറേഷൻ സമയത്ത് എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുന്ന സാധനങ്ങൾക്ക് എണ്ണമുണ്ട്. മോപ്പ്, അതുപോലുള്ള ഓരോ ഉപകരണങ്ങളും, ഈ ഉപകരണങ്ങൾ എടുത്തു വയ്ക്കുന്നതിൻ്റെ എണ്ണം
ആ എണ്ണം അവിടുത്തെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റോ നേഴ്സോ രേഖപ്പെടുത്തണം. ഡോക്ടർ അത് പറഞ്ഞു കൊടുക്കണം, ഡോക്ടർ അത് ചെക്ക് ചെയ്യണം. സർജറി കഴിഞ്ഞ് സ്റ്റിച്ച് ഇടുന്നതിന് മുമ്പ് ഈ എടുത്ത സാധനങ്ങൾ ഇത്രയും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്ത് ഡോക്ടർ അതിനകത്ത് ഉത്തരവാദിത്വം വഹിച്ച് ഡോക്ടർ തന്നെയാണ് ലാസ്റ്റിൽ ഇത്രയും ഉണ്ട് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടത്. ഇതൊന്നും ചെയ്യാതെ ഓപ്പറേഷന് ആളിനെ പോസ്റ്റ് ചെയ്തതിന് ശേഷം സൈഡിൽ പോയി ഇരുന്ന് ജൂനിയർ ഡോക്ടർമാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചിട്ട് അവസാനം അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നു. ഇങ്ങനെ ഒരുപാട് എനിക്ക് അത്ഭുതം തോന്നുന്നത് ഈ ചെയ്ത ഡോക്ടർക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഈ ഡോക്ടർക്ക് ആരോടാണ് പ്രതിബദ്ധത എന്നുള്ളതാണ്. ഈ ഷഹീദ എന്ന് പറയുന്ന ഡോക്ടർ ഷഹീദ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് SIT ആശുപത്രിയിലാണ്, കുഞ്ഞുങ്ങളുടെ ആശുപത്രിയാണ്. അവിടെ ഇനി ശസ്ത്രക്രിയ ആരുടെയൊക്കെ വയറ്റിൽ എന്തൊക്കെ കിടപ്പുണ്ടെന്ന് അവനവനൊന്ന് പരിശോധിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ആരോടാണ് ഇവരുടെ പ്രതിബദ്ധത? പാവങ്ങളാണ് വരുന്നത് ഓരോ ആശുപത്രിയിലും. ആ പാവങ്ങൾ വരുന്നത് എന്താണ്? അവർക്ക് ലക്ഷങ്ങൾ കൊടുത്തും കോടികൾ കൊടുത്തും മറ്റ് ആശുപത്രികളിലേക്ക്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക്, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിവർത്തിയില്ലാതാണ് ഓരോ മനുഷ്യരും വരുന്നത്. അപ്പോൾ അവരോട് എന്ത് പ്രതിബദ്ധത, എന്താണ് ഈ സംഘടനയ്ക്കുള്ളത്? നോക്കൂ, KGMCT എന്ന സംഘടന പറയുകയാണ് ഞങ്ങൾ സമരത്തിൽ പങ്കെടുക്കുകയാണ്, ഇതിൽ ഞങ്ങൾക്ക് ഇടപെടാൻ സമയമില്ല. KGMOA എന്നൊരു സംഘടനയുണ്ട്, ഒരു അധോലോക സംഘടനയെ പോലെയാണെന്ന് ഒരു പക്ഷേ പറയേണ്ടി വരും. കാരണം ഈ 2-3 ദിവസം മുമ്പ് ഈ നെടുമങ്ങാട് ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടർ കൈക്കൂലി വാങ്ങിച്ച് ഒരു കുഞ്ഞിന്റെ ജീവൻ അപഹരിച്ചു. ആ സംഭവത്തിൽ ഇറക്കിയ വാറോല കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെടുത്തുകയാണ് സർക്കാരിനെ ഭയപ്പെടുത്തുന്നു. ഇത് വാർത്ത നൽകുന്ന അല്ലെങ്കിൽ പ്രചാരണം കൊടുക്കുന്ന മാധ്യമങ്ങൾ എന്ന രീതിയിലടക്കം ഒരു ഭീഷണി മുഴക്കിയാണ്. അപ്പോൾ ഈ KGMO സംഘടനയ്ക്കൊക്കെ ആരോടാണ് ഉത്തരവാദിത്തം? ജനങ്ങളോടുണ്ടോ? വരുന്ന രോഗികളോടുണ്ടോ? ഇവരുടെ പ്രയോറിറ്റി എന്താണ്? അതെല്ലാം പോട്ടെ, ഇവിടെ സർക്കാരുണ്ടല്ലോ, ആരോഗ്യത്തിന് ഇക്കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് ആക്ട് ചെയ്യാൻ തക്ക രീതിയിൽ എന്തിനുണ്ട് സാഹചര്യം ഒരുങ്ങുന്നില്ല. അപ്പോൾ ഇവരുടെയൊക്കെ ഭീഷണിക്ക്, കണ്ണുരുട്ടലിന്, മീശ പിരിക്കലിന് ഈ ആരോഗ്യമന്ത്രിയും വഴങ്ങുകയാണോ ശ്രീ ജോബ്? അല്ല, ആരോഗ്യവകുപ്പ് മന്ത്രി അവർക്ക് യഥാർത്ഥത്തിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അതാണ് ഒരു പ്രധാന വിഷയം. അത് തുടക്കം മുതൽ തന്നെ അവർക്ക് ഒരുപാട് അപാകതകൾ പറ്റിയിട്ടുണ്ട്. അവർ ഈ ആരോഗ്യവകുപ്പിന് പറ്റിയ ഒരു മന്ത്രിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിലിപ്പം ഓർമ്മയില്ല എന്നൊരു ഡോക്ടർ പറഞ്ഞു, ഈ സംഭവം എനിക്ക് ഓർമ്മയില്ല. നീഡിലാണോ കുരുങ്ങിയേക്കുന്നത്, സിസേഴ്സാണോ കുരുങ്ങിയേക്കുന്നത്, മോപ്പാണോ കുരുങ്ങിയേക്കുന്നത്, അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ഇത് ഏത് കേസാണ് ഈ കുട്ടിക്കെന്നാണ് അവർക്ക് ഓർമ്മയില്ലാത്തത്. ഈ പേഷ്യൻറ്റിന് ഇത് ഏത് പേഷ്യൻ്റാണ്, ഇത് ഏത് കുരുങ്ങിയതാണ് എന്നുള്ളതാണ്. ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കാണും, അതുകൊണ്ടാണ് ഓർമ്മയില്ലാത്തത്. ഏതെങ്കിലും 1-2 കേസാണെന്ന് ഓർമ്മ വന്നേനെ. ഇത് അശ്രദ്ധയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഓപ്പറേഷന് കൊടുക്കേണ്ട ജാഗ്രത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സീരിയസ് എന്തുകൊണ്ട് ഇവരെടുക്കുന്നില്ല? ഇവർ ഈ കാര്യങ്ങളെല്ലാം കാട്ടികൂട്ടി ഉണ്ടാക്കി കളഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ യാതൊരു ഉത്തരവാദിത്വവും ചെയ്യാത്ത ഡോക്ടർമാരാണ് കൂടുതൽ പേരും. പക്ഷേ എല്ലാ ഡോക്ടർമാരും അടിവരയിടേണ്ടത് അതാണ്. അതായത് ഒരു വിഭാഗമാണ്, നല്ല ഒരുപാട് ഡോക്ടർമാരുണ്ട്. അപ്പോൾ ചില ആളുകൾ ഇതിനെ പഴി കേൾപ്പിക്കുകയാണ്. ഞാനീ പറഞ്ഞ നെടുമങ്ങാട് ആശുപത്രിയിലെ ഡോക്ടർ എന്താണ് ചെയ്തത്? ആ നെടുമങ്ങാട് ആശുപത്രിയിലെ ആ ഡോക്ടർ എന്നവരെ വിളിക്കാമെന്ന് അറിയില്ല. ഈ കഴുത്തറപ്പൻ പരിപാടി ഉണ്ടല്ലോ, ഈ കശാപ്പ് ശാലകൾ, അവിടെ കൊണ്ടിരുത്തിയാൽ ബെസ്റ്റ് ആയിരിക്കും. ആ രീതിയിലാണ് വരുന്ന ഡോക്ടർമാരിൽ നിന്ന്, രോഗികളിൽ നിന്നും കാശ് പിരിക്കുന്നത്. 5000-ഉം 10,000-ഉം ഒക്കെ ഈ സർക്കാർ ശമ്പളത്തിന് അപ്പുറത്തേക്ക് പിരിച്ചെടുക്കുകയായിരുന്നു അവരുടെ ജോലി. അവരെ എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്തത്? അവരെ ഈ പറഞ്ഞ തിക്താനുഭവം പോലും ഞങ്ങളുടെ ജീവനക്കാരുടെ ഇടയിൽ നിന്ന്, ഞങ്ങളുടെ ഒരു സഹോദരി, ഞങ്ങളുടെ ഒരു ജേർണലിസ്റ്റിനെ പോലും ആ രീതിയിൽ ട്രീറ്റ് ചെയ്തതിൻ്റെ അനുഭവം അവർക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? എന്നിട്ട് കൂടിയാണ് ഈ KGMOയെ അവർ കൈക്കൂലി വാങ്ങുന്ന ഡോക്ടർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വാറോല ഇറക്കുന്നത്, ചീട്ടിറക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കണം. അപ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ടുള്ള മാതൃകാപരമായ നടപടിക്ക് ഇവർ ആഹ്വാനം ചെയ്യുന്നില്ല. അപ്പോൾ ഇവരൊന്നായിട്ടങ്ങ് ഭീഷണി മുഴക്കുകയാണ്. ഇപ്പം ഞങ്ങൾ OP ബഹിഷ്കരിക്കുകയാണ്. ഇപ്പോൾ ബഹിഷ്കരണമൊക്കെ നടന്ന് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, വലയുകയാണ്. അവിടെയാണ് ഒരു സർക്കാരിൻ്റെ, ഒരു സ്റ്റേറ്റിൻ്റെ റോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ റോൾ ഈ സ്റ്റേറ്റ് എടുക്കുന്നുണ്ടോ? തിരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ട് മാത്രം കാര്യമായി ഇടപെടുന്നു. അങ്ങനെ ഒരു ആരോഗ്യമന്ത്രിയാണ് ഗതികേട് കൊണ്ട് നമുക്ക് കാണേണ്ടി വരുന്നത്. ശ്രീ അഞ്ചൽ ജോബ്. അല്ല, സമരത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇത്തിരി വാസ്തവമുള്ളതാണ്. കാരണം 48 മണിക്കൂർ ഡ്യൂട്ടി നോക്കുന്ന PG ഡോക്ടർമാർക്ക് കൊടുക്കേണ്ട സാലറി പോലും കൊടുക്കാതെ ഈ സർക്കാർ അവരെ വേദനിപ്പിക്കുന്നുള്ളത് സത്യമാണ്. എന്ന് വിചാരിച്ച് ഡോക്ടർമാർ ചെയ്യുന്ന തെറ്റിനെ നമ്മൾ വെള്ളപൂശാനൊന്നും പറ്റത്തില്ല. പക്ഷേ സമരത്തിൽ അവർ പറയുന്ന ഒരുപാട് ന്യായമായ കാര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ്. ആഹാരം കഴിക്കാതെ പോലും OPയിലും കാഷ്വാലിറ്റിയിലും വർക്ക് ചെയ്യുന്ന എത്രയോ ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ അവർ സമരത്തിനിറങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ സർക്കാർ ജീവനക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഒരു ആനുകൂല്യവും കൊടുക്കാതെ അവർ പണിയെടുത്തോണം. അത് വേറൊരു വിഷയമാണ്. അവരുടെ സമരത്തെ നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. പക്ഷേ
ചെയ്യുന്ന ഡ്യൂട്ടിയോട് ഒരു പ്രതിബദ്ധത ഉണ്ടാവണം, ചെയ്യുന്ന ഡ്യൂട്ടി സത്യസന്ധമായിരിക്കണം, അതിനെ സീരിയസ് ആയി കാണണം. പ്രത്യേകിച്ച് ഓപ്പറേഷൻ പോലുള്ള സംഭവങ്ങളെ സീരിയസ് ആയി കാണാത്തതാണ് ഇതിനെല്ലാം കാരണം. ഇത് മോപ്പ് തന്നെ യഥാർത്ഥത്തിൽ ഈ പല വയറ്റിലും ഇത് ഓപ്പറേഷൻ സമയത്ത് കുടുങ്ങാറുണ്ട്. അപ്പോൾ നമ്മൾ മോപ്പ് പോലും എണ്ണി വേണം അവിടെ വെക്കാൻ. തിരിച്ച് സ്റ്റിച്ച് ഇടുന്നതിന് മുമ്പ് മോപ്പ് എത്ര ഉണ്ടെന്ന് നോക്കണം, നീഡിൽ എത്ര ഉണ്ടെന്ന് നോക്കണം, സിസേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കണം. ഇതൊന്നും നോക്കാതെ കിട്ടിയ പാടെ തച്ച് വിടുക എന്നുള്ളതാണ്. അനുഭവിക്കുന്നെങ്കിൽ അവ അനുഭവിച്ചിട്ട് എന്നുള്ള രീതിയിൽ നടപടിയെടുക്കണം. നടപടിയാണ് പ്രധാനം. 1-2 ഡോക്ടർമാർക്കെതിരെ നടപടി എടുത്തു കഴിയുമ്പം തീർച്ചയായും ഇത് വളരെ ശ്രദ്ധയോടെ നടപടിയില്ല. അതിന് ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിക്ക് നട്ടെല്ല് വേണം, ആ സർക്കാരിന്റെ പ്രതിബദ്ധത വേണം, ഇച്ഛാശക്തി വേണം. അല്ല, ഇതില്ലല്ലോ. നടപടി ഏത് ഡോക്ടറെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്? ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കും, ഒരു 3 മാസത്തെ സമയം അന്വേഷണ കമ്മീഷനെ വെച്ച് അതിൻ്റെ റിപ്പോർട്ട് വരുന്നതനുസരിച്ച് അവർക്കെതിരെ നടപടി എടുക്കാമെന്ന് പറയും. 3 മാസം കഴിയുമ്പോഴത്തേന് ഇത് ആളുകൾ മറക്കും, പിന്നെ അടുത്ത കേസുമായി വരും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഏതെങ്കിലും ഒരു ഡോക്ടർക്കെതിരെയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെയോ നടപടി എടുത്ത ചരിത്രമുണ്ടോ? അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ഇടപെടണം. കോടതി ഇടപെട്ടാൽ മാത്രമേ നടപടി എടുക്കൂ, അല്ലാതെ ഒരു നടപടിയും എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. വിവരാവകാശ പ്രവർത്തകൻ ശ്രീ സത്യൻ സത്യൻ കൂടി നമ്മുടെ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ സത്യൻ, ഇവിടെ പറഞ്ഞത് എന്താണ്? മാതൃകാപരമായിട്ടുള്ള നടപടി എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും ആവർത്തിക്കില്ലായിരുന്നു. നമ്മൾ ഈ മനഃപൂർവ്വമല്ല ഇതൊന്നും ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷേ അവിടെ ശ്രദ്ധ ചെലുത്തേണ്ട ആ സിസ്റ്റത്തിൻ്റെ ലാപ്സ് ചൂണ്ടിക്കാട്ടപ്പെടുക തന്നെ വേണം. കാരണം ഒരു മനുഷ്യൻ്റെ ജീവനാണ് അത്. ഇന്നിപ്പോൾ ഇവർക്ക് ന്യായീകരിക്കാൻ ഇത്രയും വർഷമൊക്കെ പോയല്ലോ, ഇനിയും അങ്ങനെ പൊയ്ക്കോളുമെന്ന്. മറ്റൊന്നെന്താണ്, ഓരോരുത്തരും മരണപ്പെടുകയാണ്. എത്രയെത്ര മരണങ്ങൾ കേരളത്തിൽ ഉണ്ടായി, എത്രയെത്ര പേർ ജീവിച്ച് മരിക്കുന്നു. അപ്പോൾ ഈ കണക്കുകളിലൊക്കെ ഒരു അറ്റൻഷൻ കിട്ടാതെ പോകുന്നത് അവരൊക്കെ പോരാടാൻ കഴിയാത്ത പാവങ്ങളാണ്. ഒരു നേരം തെരുവിലേക്ക് വന്ന്, ഇപ്പോൾ ഹർഷീന എത്ര നമ്മുടെ ഈ ഫ്ലോറിൽ ഉണ്ട്, കേൾക്കുന്നുണ്ട്. എത്ര നാളുകളായി ഹർഷീന ഇങ്ങനെ തെരുവിലിറങ്ങുന്നു, സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വന്നിറങ്ങുന്നു. അപ്പോൾ കൂടെ സഹായിക്കാനൊക്കെ ഒരു കൂട്ടം നല്ല മനുഷ്യർ കോഴിക്കോട്ടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പേർ നരകിക്കുന്നുണ്ട് സത്യം. അപ്പോൾ ഇതിനൊരു പോംവഴി എന്തു ചെയ്യാൻ കഴിയുമെന്നാണ് താങ്കളും ഈ പോരാട്ടങ്ങളൊക്കെ നടത്തിയ ഒരു വ്യക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്ക് സത്യം കേൾക്കാമോ താങ്കൾക്ക്? ആ മ്യൂട്ട് ഒന്ന് മാറ്റി സംസാരിക്കുമോ സത്യൻ? ആ മ്യൂട്ട് മാറ്റി സംസാരിക്കുമോ? കേൾക്കാം. കേൾക്കാം. ഇനി പറഞ്ഞോളൂ. ഇത്തരത്തിലുള്ള ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി 14/9/2018 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു വിജിലൻസ് സെൽ രൂപീകരിച്ചുകൊണ്ട് ഉത്തരവ് നൽകിയതാണ്. ഇന്ന് 2026 നാളെ ഇതുവരെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫയൽ വന്നിട്ടില്ല. 2023 ആരോഗ്യവകുപ്പ് മന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തില് SP റാങ്കിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ വിജിലൻസ് സെല്ലിന്റെ തലവനായിട്ട് നിയമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മിനിറ്റ്സ് ഉണ്ട്. ഇതായ മിനിറ്റ്സ് ആണ് എന്റെ കയ്യിരിക്കുന്നത്. പക്ഷേ ഈ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസില് 2024 6 മാസം ഫയൽ ചെന്നു. ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. ഇപ്പോഴും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഹരികുമാറിന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോഴും കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ അറിയുന്നു. പിന്നെ എങ്ങനെ സിസ്റ്റം നേരെയാവുന്നു? മന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഫയൽ ഇരിക്കുക. അതിലെ മന്ത്രിയുടെ ഉത്തരവിനായി ഫയൽ. പരാതി എന്തൊക്കെയായിരുന്നു? ഗൗരവമേറിയ പരാതികളായിരുന്നോ? ഡോക്ടർമാർ, അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് നിയമം മൂലം നിരോധിച്ചതാണ്. നിയമം മൂലം നിരോധിച്ച ഈ സ്വകാര്യ പ്രാക്ടീസ് വീണ്ടും ഡോക്ടർമാരെ വീടുകളിൽ നടത്തുന്നതിനെതിരെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പരിശോധന നടത്തി ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി പോയപ്പോൾ അന്ന് ഇരുന്ന DME അവർ കുറ്റക്കാരല്ലാന്നും പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. അന്ന് ഉണ്ടായിരുന്ന ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജീവ് സാനന്ദ് സാറാണ് വിജിലൻസ് സെല്ലിന് ശുപാർശ ചെയ്തുകൊണ്ട് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ ശുപാർശ ചെയ്ത് ഫയൽ അയച്ചത്. ആരോഗ്യവകുപ്പ് മന്ത്രി അംഗീകരിച്ച് മുഖ്യമന്ത്രിക്ക് ഫയൽ പോയി. മുഖ്യമന്ത്രി 14/9/2018 ഉത്തരവിട്ട അതാ മുഖ്യമന്ത്രി ഇട്ട ഓർഡറിന്റെ കോപ്പി അതാ കണ്ട. ഇപ്പോഴിതാ ഇരിപ്പുണ്ട്. ആ കമ്പ്യൂട്ടറിൽ നോക്കിയ ഫയൽ നോക്കിയാൽ അറിയാം. ഇപ്പോഴും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കയ്യിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇത്രയും വർഷം കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടായിരിക്കാം സത്യം? അത് ഈ ഡോക്ടർമാരെ സമ്മർദ്ദം അല്ലാന്താ? അല്ലെങ്കിൽ സെക്രട്ടറിയും ഈ ഡോക്ടർമാര് സംഘടനയും തമ്മിലുള്ള ഒത്തുതീർപ്പായിരിക്കാം. അല്ലാതെ എന്താ നടക്കുന്ന? ഡോക്ടർമാർക്കെതിരെ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ ഒരു നടപടി എടുക്കുന്നുണ്ടല്ലോ. ആരോഗ്യവകുപ്പ് മന്ത്രി സസ്പെൻഡ് ചെയ്യുന്ന ഡോക്ടർമാരെ 1 മാസത്തിനകത്ത് വെച്ച് ഹെൽത്ത് സെക്രട്ടറി തന്നെ ഉത്തരവ് വിട്ട് തിരിച്ചു കയറ്റേ.
നരനാട് ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. അപ്പൊ ആ അടൂര് പത്തനംതിട്ട ജില്ലയിലേക്ക് മാറ്റിയ ഡോക്ടർ 1 മാസം കൊണ്ടൊരു തുണ്ട് കടലാസിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറി DHS നിർദ്ദേശം കൊടുത്ത് തിരിച്ച് തിരുവനന്തപുരം ജില്ലയിൽ കൊണ്ടുവന്നു. അതുപോലെ എത്രയോ കേസുകൾ. ഞാൻ ശ്രീ സത്യൻ, നമ്മളെല്ലാവരും അടച്ചാക്ഷേപിക്കുകയല്ല. നല്ല ഡോക്ടർമാർ, ഞാൻ വീണ്ടും ആ ചർച്ചയിൽ നല്ല ഒരുപാട് ഡോക്ടർമാരുണ്ട്, അറിയാവുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട്. പക്ഷേ ചിലരുടെ ഈ ആർത്തി ഉണ്ടല്ലോ, പണക്കൊതി ഉണ്ടല്ലോ, ആ പണക്കൊതിയാണോ? കാരണം ഈ കാട്ടിക്കൂട്ടിയൊക്കെ ഈ വരുന്ന പാവങ്ങളെ കീറി മുറിച്ച് അവിടെ പാതി വഴിക്ക് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോവുകയാണ്. കാര്യം എന്താണ്? നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി കീശ നിറച്ച് വീട്ടിലെ വരാന്തയിലൊക്കെ രോഗികൾ വന്ന് കാത്തു നിൽക്കും. അപ്പോൾ അവരെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വരുന്ന പാവപ്പെട്ട ആളുകൾ, കാരണം ഇവരുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, കീശയിൽ ഒന്നുമില്ലല്ലോ. കീശയിൽ ഒന്നുമില്ലെങ്കിൽ എന്താണ്? അവർക്ക് പിന്നാമ്പുറത്താണ്, അവർക്ക് പരിഗണന. ആ നിലയ്ക്കാണല്ലോ. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കുന്ന ഡോക്ടർമാർ ഉണ്ടോ? ഈ സ്വകാര്യ പ്രാക്ടീസ് അനുവദനീയമല്ലാത്ത ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെയുള്ള അതിപ്പോഴും നടക്കുന്നുണ്ടോ? ഇപ്പോഴും 100% നടക്കുന്നുണ്ട്. ആരെ പേടിക്കാന്? ആരും ചെയ്യുന്നില്ല. അവർക്ക് സംഘടനാ ബലമുണ്ട്. ഒരു ആവശ്യമില്ലാതെ ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത പിറ്റേന്ന് KGM സമരത്തിലാണ്. പിറ്റേന്ന് സമരമാണ്. പിന്നെ അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരുന്നൊരു സമരമാണ്. അവര് പറയുന്നത് പോലെ ചെയ്യാൻ നമ്മൾ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഉണ്ട്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ. ശ്രീ സത്യൻ 19/2/2026 അന്ന് KGMOയെ, അതായത് കഴിഞ്ഞ ദിവസമാണ്, KGMOയെ ഇറക്കിയ ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന തലക്കെട്ട് തന്നെ ഇതാണ്. അതായത് നെടുമങ്ങാട് സംഭവമാണ്. നെടുമങ്ങാട് സംഭവത്തിൽ ഡോക്ടറെ കുറിച്ച് പരിശോധന വ്യക്തിപരമായി പോലും പരിശോധിച്ചപ്പോൾ അങ്ങേയറ്റം ഇവർ ഏതൊരു കച്ചവട സ്ഥാപനം പോലെയാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കശാപ്പ് സെന്ററിൽ കൊണ്ട് ഇരുത്താവുന്ന ഒരു ലേഡിയാണ്. ആ നിലയ്ക്കാണ് വരുന്ന ആളുകളിൽ നിന്ന് പിഴിയുന്ന പരാതികളുടെ പൂരമാണ് ആ ആശുപത്രിയിലുള്ള. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞങ്ങളുടെ ഫ്രട്ടേണിറ്റിയിലുള്ള ആളുകൾക്ക് പോലും അനുഭവം ഉണ്ടായിട്ടുണ്ട്, കൈക്കൂലിക്കാരിയാണ് എന്ന് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിലാണ് KGMOയെ ഇറക്കിയ ഈ പ്രസ്താവനയുടെ പ്രസിദ്ധീകരണത്തിന് അതിൻ്റെ തലക്കെട്ടിങ്ങനെ നെടുമങ്ങാട് സംഭവം ആൾക്കൂട്ട വിചാരണയും ശിക്ഷാവിധിയും പരിഷ്കൃത സമൂഹത്തിന് അപമാനം. അതിലൊരു വഴി ഈ ഡോക്ടറെ വെള്ളപൂശുകയാണ്. ഒരു തരത്തിലും ഈ പറയുന്ന കൈക്കൂലി വാങ്ങുന്ന ഡോക്ടർ അല്ല എന്ന് ഇവരങ്ങ് തീർപ്പ് കൽപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഒന്നും കാണുന്നേ ഇല്ല. അവിടെ നിന്നും ഭീഷണി കണ്ണുരുട്ടുന്നു, അതിന് വഴങ്ങുന്ന ഒരു ആരോഗ്യവകുപ്പും. ആ നിലയ്ക്കാണോ ഈ പരാതികൾ തീർപ്പാക്കാതെ അനങ്ങാതെ പോകുന്നത്? സത്യനും അങ്ങനെയാണോ നേരിട്ട് മനസ്സിലാക്കിയത്? 100%. ആരോഗ്യവകുപ്പ് മന്ത്രി ശക്തമായ നടപടിക്ക് ശ്രമിക്കുമ്പോൾ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയാണ് തടയിടുന്നത്. ഫയലുകൾ പരിശോധിച്ചാൽ മനസ്സിലാവൂല്ലോ. എന്തിനാ പറയുന്നത്? എറണാകുളത്ത് VIP ഡ്യൂട്ടി ബഹിഷ്കരിച്ച ഡോക്ടർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ വേണ്ടി പോയ ഫയല് ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലും കാണിക്കാതെ ഹെൽത്ത് സെക്രട്ടറി ഫയൽ ക്ലോസ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ VIP ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ ആളാ ഡോക്ടറാ. ഞാൻ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും പറഞ്ഞ് മന്ത്രി എഴുതിയ ഫയല് മന്ത്രിയെ പോലും കാണിക്കാതെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുക. ഇതെന്താ സിസ്റ്റം? ആരോഗ്യവകുപ്പ് മന്ത്രിയെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഇത് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. ഡോക്ടർ ബൈജു സേനാധിപൻ, ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടിരിക്കേണ്ട സർക്കാരിൻ്റെ ഒരു മേഖലയാണ് ആരോഗ്യ മേഖല എന്നുള്ളത് ആർക്കും സംശയമില്ല. അപ്പോൾ അവിടെ കാര്യങ്ങൾ വളരെ അവധാനതയോടുകൂടി പ്രവർത്തിക്കുകയും ഒക്കെ വേണം. നമ്മളീ പറഞ്ഞുവല്ലോ, ഇപ്പോൾ ഈ ഫ്ലോർ നഴ്സുമാർ ചുമതല നിർവഹിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് അപാകതകൾ? ഈ ലോകാരോഗ്യ സംഘടന പറയുന്ന രീതിയിലുള്ള ചട്ടങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന രീതിയിലാണെങ്കിൽ അത് അങ്ങേയറ്റം ഗുരുതര കാര്യമാണ്. ഇതിൽ ഈ പറഞ്ഞതുപോലെ ഒരു സമിതിയെ നിയോഗിക്കുന്നു, ആ സമിതി എന്തൊക്കെയോ പരിശോധിക്കുന്നു, ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു, ആ റിപ്പോർട്ട് ഇങ്ങനെ ഫ്രീസറിലിരിക്കുന്നു. അതാവരുത്. ആ നിലയിലേക്കൊരു അറ്റൻഷൻ ഉണ്ടാകണം. അതിലെന്തിടപെടൽ വേണമെന്നാണ് ഡോക്ടർക്ക് തോന്നുന്നത്? ഒന്ന്, ഈ തിയേറ്ററിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കൂടാതെ തന്നെ ഈ ബണ്ടിൽ തിരിച്ച് സ്റ്റെറിലൈസേഷൻ ഏരിയയിൽ ചെല്ലണം. അവിടെയും കൗണ്ട് നടത്തപ്പെട്ടിട്ടില്ല. ഈ ഇതിൻ്റെ എണ്ണം സൂക്ഷിക്കുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്, അതിനകത്ത് തിരുത്തലുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ അവിടെയെല്ലാം അപാധകൾ കാണുന്നുണ്ട്. ഈ തിയേറ്ററിനകത്ത് നടന്ന സംഭവങ്ങളിൽ മാത്രമല്ല, എവിടെയൊക്കെയോ അതിൻ്റെ എണ്ണം തികയ്ക്കാൻ വേണ്ടിയിട്ട് കൂട്ടിച്ചേർക്കലും ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് ഒരു പറഞ്ഞ കണക്ക് തിയേറ്ററിനകത്ത് നടക്കുന്ന സംഭവമല്ല, ഇത് ഒരു സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള പാളിച്ചയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക് ലെവൽ തൊട്ട് തന്നെ കറക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു ഉഷാ ജോസഫിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും ഇനി? ഈ രോഗിയെ സംബന്ധിച്ചോളം അത് കീ ഹോൾ വഴിയോ അല്ലെങ്കിൽ വയറ് തുറന്നിട്ടോ ആർട്ടറി ഫോഴ്സസ് പുറത്തെടുക്കേണ്ടതാണ് അത്യാവശ്യമായി.
ഒരു കാരണവശാലും ഫോറിൻ ബോഡി അത് വയറ്റിനകത്ത് നിൽക്കേണ്ടുന്നതല്ല. അതിന് സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ വേണ്ടി വരുമോ? കാലപ്പഴക്കം കൂടുന്നതനുസരിച്ചിട്ട് ഈ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു ഫോറിൻ ബോഡിയെ എക്സ്പെൽ ചെയ്യാനുള്ള ഒരു മെക്കാനിസം നമ്മുടെ ശരീരം പ്രവർത്തിപ്പിക്കും. അങ്ങനെ കുറച്ച് ഫൈബ്രോസിസ് എന്ന് പറയും, അതായത് അതിന് ചുറ്റും ടിഷ്യൂകൾ കൂടുകയും അതിനെ മറ്റ് കുടലുകൾ വന്ന് മൂടുകയും, എന്നുവെച്ചാൽ ഇത് വീണ്ടും ഹാനികരമാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഒരു മെക്കാനിസമാണ്. അതിനെ ഒരിടത്തോട് കണ്ടെയ്ൻ ചെയ്യിപ്പിക്കുകയും അത് കൂടുതൽ ഭാഗത്തോട്ട് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലോട്ട് പോകാതിരിക്കുകയും ശ്രദ്ധിക്കും. അതിന്റെ ഭാഗമായിട്ടും കേടുകൾ ഉണ്ടാവാം. പക്ഷെ അങ്ങനെ ഈ കാലപ്പഴക്കം കൂടുന്നതനുസരിച്ചിട്ട് ഇത് എടുത്തു മാറ്റാനുള്ള സംഭവത്തിന് ഒരു സങ്കീർണത കൂടാം. അപ്പോൾ ഈ ഡോക്ടർമാർ അറിയാമല്ലോ, അവർ കൂടി കുറച്ച് ഇക്കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അത്യാവശ്യമായിട്ടും വേണം. പക്ഷെ അതിനകത്ത് ഈ മൊത്തത്തിലുള്ള ഒരു ഡോക്ടർമാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഞാനീ പറഞ്ഞതിന്റെ ചിലപ്പോൾ എന്താണ് അസിസ്റ്റൻസ് ഒരുപാട്, കാരണം അവരെ ഏൽപ്പിച്ചായിരിക്കും പോകുന്നത്, ഒപ്പിടുന്ന ഡോക്ടർ ആയിരിക്കും. അപ്പോൾ പരിമിതികൾ ഒരുപാടുണ്ട്. എന്തായാലും അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടത് വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ മിക്കവാറും ഡോക്ടർമാര് പ്രൊസീജിയറിന്റെ ഒരു പാർട്ടോ അല്ലെങ്കിൽ മുഴുവൻ പ്രൊസീജിയറിന്റെ ഭാഗമായിരിക്കെ തന്നെ സിസ്റ്റർമാരുടെ ഇടയിൽ ഷിഫ്റ്റ് ഉണ്ടാകാറുണ്ട്. അതായത് 8 മണിക്കൂർ കഴിയുമ്പോഴത്തെ അവരുടെ ജോലി കഴിഞ്ഞിട്ട് വേറൊരു സിസ്റ്റർ ആയിരിക്കും വരുന്നത്. ഇതൊക്കെ നമ്മുടെ സിസ്റ്റത്തിന്റെ പാളിച്ചയാണ്. വേറൊരു ഷിഫ്റ്റിലുള്ള ആളായിരിക്കും പിന്നെ രണ്ടാമത് കയറുന്നത്. ഒരു വർഷം വൈകിട്ട് കിടക്കുന്ന ഒരു ശസ്ത്രക്രിയ ആണെന്നുണ്ടെങ്കിൽ സർജൻ സെയിം തന്നെ ആയിരിക്കാം, പക്ഷെ സിസ്റ്റർമാർ മാറിക്കൊണ്ടിരിക്കും. അവരുടെ ഷിഫ്റ്റ് കഴിയുമ്പോൾ അവർ പോകും വേറെ അടുത്ത. എന്നാലും ആ കൗണ്ട് പറഞ്ഞേൽപ്പിക്കണമെന്നാണ് നിയമം. അവിടെയാണ് ഈ തുണികൾ, അല്ലെങ്കിൽ ഈ സുമയ്യയുടെ കാര്യത്തിൽ, നമ്മുടെ തിരുവനന്തപുരത്തെ സുമയ്യയുടെ നെഞ്ചിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ കേസുകൾ ഈ ഡോക്ടർമാർ വളരെ ഗൗരവത്തോടെ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവരെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, നമ്മുടെ പുറത്തു നിന്നുള്ള ഒരു എക്സ്റ്റേണൽ എന്തെങ്കിലും ഒരു ഇലമെന്റ് നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ സ്വാഭാവികമല്ലേ? അതിന്റെ അനുബന്ധ രോഗങ്ങൾ പ്രതീക്ഷിക്കേണ്ടതല്ലേ? അപ്പോൾ സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് ശരീരം എത്രത്തോളം അതിനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചും അതിനകത്ത് എത്രത്തോളം ഇൻഫെക്ഷന്റെ സാധ്യത ഉണ്ടെന്നുള്ളതിനനുസരിച്ചിട്ടും ഈ ഏത് മെറ്റീരിയലാണ് ഇരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടും ഈ സിംറ്റംസ് രോഗിക്കുണ്ടാകുന്ന പ്രയാസത്തിന് ഏറ്റക്കുറച്ചിലും ഉണ്ടാകാം. തീർച്ചയായും. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇത് മെഡിക്കൽ ലെവലിനൊപ്പം തന്നെ നിയമപരമായിട്ടും ഒക്കെ അല്ലെങ്കിൽ ഒരു കെയർ കൂടി കൊടുക്കേണ്ട ആളുകളാണ് ഇവര്. ആ രീതിയിൽ കൂടി ശ്രദ്ധിക്കപ്പെടേണ്ടതല്ലേ? ഇപ്പോൾ ഇവിടെ ഇതൊരു സ്റ്റേറ്റിന് കൂടി ഉത്തരവാദിത്തമുണ്ട്. ഇവരൊക്കെ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ എത്രയോ സങ്കീർണമായിരിക്കും. ആരോഗ്യമന്ത്രിക്ക് പറയാം, കൈ കഴുകി നിങ്ങൾ കോടതിയിലേക്ക് പോയിക്കൂടെ, ബാക്കി കോടതി നോക്കും എന്ന് ഹർഷനയോട് പറഞ്ഞതുപോലെ തന്നെ ഇവർക്കൊന്നും അങ്ങനെ പോകാൻ കഴിയാത്ത ഒരുപാട് പേര് കാണുകയായിരിക്കും. അപ്പോൾ സ്റ്റേറ്റിന് കൂടി ഉത്തരവാദിത്തമില്ലേ ഡോക്ടർ? തീർച്ചയായും ഉള്ളത്. സ്റ്റേറ്റിനാണ് ഉത്തരവാദിത്വമുള്ളത്. ഈ സ്റ്റേറ്റ് ഇതിനെ ഏകോപിപ്പിക്കുക, പ്രത്യേകിച്ച് ഒരു ടീം വർക്ക് ആയതുകൊണ്ട് പല മേഖലകൾ. ഇപ്പൊ നമ്മളൊരു ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് ഒരു സ്റ്റാഫ് നഴ്സ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു പച്ചവെള്ളം എടുത്ത് കുടഞ്ഞാലും മതി, അത് അൺസ്റ്റെറൈൽ ആവാൻ, ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പം വളരെ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു മേഖലയാണ് ഈ സർജറി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പാളിച്ച ഉണ്ടാകുന്നത് സിസ്റ്റത്തിന്റെ തകരാണ്. ആ സിസ്റ്റം കെയർ ചെയ്യേണ്ടുന്നതും ഗൈഡ് ലൈൻ കൊടുക്കേണ്ടുന്നതും അതിനെ കാത്തു സൂക്ഷിക്കേണ്ടതും അതാത് സർക്കാരുകളാണ്. ഹർഷന, ഇനി എന്താണ് ഹർഷനയുടെ അടുത്ത സ്റ്റെപ്പ്? പോരാട്ടം അവസാനിച്ചോ? പോരാട്ടം നമുക്ക് നീതി കിട്ടുന്നത് വരെ പോരാട്ടം തുടരാൻ തന്നെയാണ്. ഇപ്പം മന്ത്രി പറഞ്ഞതുപോലെ മന്ത്രി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നാണല്ലോ പറഞ്ഞത്. തുച്ഛമായ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് തന്ന് സമാശ്വാസമായിട്ട് തന്നത് എന്നുള്ള വേർഡാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അന്ന് ആ ഒരു തന്ന സമയത്ത് ഒരു സമാശ്വാസം അല്ലെങ്കിൽ ഒരു ചികിത്സാ സഹായം എന്നുള്ള രൂപത്തിലായിരുന്നു അത് തന്നിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായും അതിനാവശ്യക്കാരായി നമ്മളത് വാങ്ങുകയും ചെയ്യായിരുന്നു. പക്ഷേ നമ്മൾ ഇതുവരെ ഇനി അനുഭവിക്കാൻ പോകുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നമ്മൾ ചെലവാക്കിയ എല്ലാ ചികിത്സാ ചെലവിനും ഇനിയും ചെലവാക്കേണ്ടിയിരിക്കുന്ന ചികിത്സാ ചെലവിനും എല്ലാം കൂടെ നഷ്ടപരിഹാരം എന്നുള്ള രൂപത്തിലാണ് മന്ത്രിസഭാ യോഗം കൂടി 2 ലക്ഷം രൂപ പാസ്സാക്കിയെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വേഗത സാധാരണയേക്കാൾ കൂടുതലായിട്ടുണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെ വീണ്ടും ഒരു സെക്രട്ടേറിയറ്റ് നടയിലേക്കൊരു സമരവുമായിട്ടാണോ, അതല്ല ആരോഗ്യമന്ത്രിയെ പിന്നെ കാണാനോ ബന്ധപ്പെടാനോ എന്തെങ്കിലും ശ്രമിച്ചോ അടുത്തിടെയെങ്കിലും, എപ്പോഴെങ്കിലും? നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മളെല്ലാ കാര്യങ്ങളും അറിഞ്ഞ് നമ്മളടുത്ത് വന്ന് കെട്ടിപ്പിടിച്ചു പോയ ആരോഗ്യമന്ത്രിനെ വീണ്ടും നിരന്തരം കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം
ഓരോ സംസാരത്തിലും ഹർഷിനൊക്കൊപ്പമാണ് എന്ന് പറയാന്നല്ലാതെ ഏതൊരു സാഹചര്യത്തിലാണ് ഹർഷിനെ കൂടെ നിന്നതെന്നുള്ളത് മന്ത്രി ഒന്ന് വ്യക്തമാക്കണം എന്നുള്ളതാണ്. തീർച്ചയായും ഏതൊരു വിഷയം വരുമ്പോൾ ഇനി ആർക്ക് വേണമെങ്കിലും, നമ്മളിവിടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനെതിരെ ഒന്നുമല്ലല്ലോ, ഏതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് വന്ന സാഹചര്യത്തിലും മന്ത്രി പറഞ്ഞ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചാൽ അറിയാം. ഉടൻ റിപ്പോർട്ട് തേടൽ, സമഗ്ര അന്വേഷണം, വിദഗ്ധ സമിതി അന്വേഷണം, അവസാന റിപ്പോർട്ടിൽ ഒന്നുമില്ല, ഇനി കത്രിക ആണെങ്കിൽ കത്രിക അവർ വിഴുങ്ങി, അല്ലെങ്കിൽ വേറെ എന്താണെങ്കിൽ സിസ്റ്റത്തിന് അവരൊരു കുഴപ്പമില്ല. പിന്നെ പറഞ്ഞ് സിസ്റ്റം ഫെയിലാണ്. സിസ്റ്റം ഫെയിൽ എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇത് സിസ്റ്റം ഫെയിലിയറാന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം നന്നാക്കേണ്ടത് ആരാ? നമ്മളെപ്പോലുള്ള പൊതുജനങ്ങളാണോ സിസ്റ്റം കയറി നന്നാക്കേണ്ടത്? ഇത്രയും വർഷം ഇനി ഇറങ്ങാനായി ആരോഗ്യവകുപ്പ് മന്ത്രി. അപ്പോൾ ഇത്രയും കാലം കൊണ്ട് നന്നാക്കാനാകാത്ത സിസ്റ്റം ഇങ്ങനെയുള്ള ഒരാളെ ഏൽപ്പിച്ച് പൊതുജനങ്ങൾ തന്നെ ചിന്തിക്കണം എന്നുള്ളതാണ്. കാരണം അതിന് അത്രയും യോഗ്യരായ ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മൊത്തം ഫെയിലിയറാണ്. ആരോഗ്യമന്ത്രി തന്നെ മൊത്തം മുന്നിൽ വന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം നന്നാക്കേണ്ടത് ആരാന്നുള്ളതും കൂടെ അവർ തന്നെ പറഞ്ഞു തരണം. അപ്പോൾ ഇത്രയും വലിയ അനാസ്ഥകൾ സംഭവിക്കുമ്പം വീണ്ടും കത്രിക സമാനമായ ഒരവസ്ഥ വീണ്ടും വന്നു. അല്ലാതെ എത്ര തരം ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് സംഭവിക്കുമ്പോൾ അതിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയും വരുന്നില്ല. ഇരകളായവർക്ക് ഒരു തരത്തിലുള്ള പരിഹാരവും കാണാതിരിക്കുമ്പോൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിനോടുള്ള വിശ്വാസ്യത കൂടെയാണ് ഈ പൊതുജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. കാരണം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേഗം ആശ്രയിക്കാവുന്നത് ഇത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ മാത്രമാണ്. അല്ലാണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ പണം മുടക്കി പോകാനുള്ളൊരവസ്ഥയിലുള്ള ആളുകളല്ലല്ലോ കേരളത്തിലെ സാധാരണക്കാരെന്ന് അറിയുമ്പോൾ. അപ്പോൾ ഗവൺമെൻറ് സ്ഥാപനം നമുക്ക് എപ്പോഴും ഒരു വിശ്വാസമുണ്ട്, ഗവൺമെൻറ്റിൽ അത്രയും ക്വാളിഫിക്കേഷനുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. ഞാൻ ഈ ഒരു വിഷയം വരുന്ന അന്ന് വരെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഏതൊന്നിനേക്കാൾ നമുക്ക് പ്രൈവറ്റ് ഏതൊരു കാര്യത്തിലാണ് ഗവൺമെൻറ്റിൽ എപ്പോഴും അത്രയും ക്വാളിഫൈഡ് ആളുകളാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ സിസ്റ്റം ഫെയിലിയർ ആണെന്നുള്ളത് ഞാൻ തന്നെ ആ ഒരു മെഡിക്കൽ കോളേജിൽ കടന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത്രയും വലിയ ഓപ്പറേഷൻ ചെയ്ത് വരുന്ന ഒരു ICU വാർഡിൽ എൻ്റെ ഒരു ഒറ്റ നോട്ടത്തിൽ ഒരു 35ഓളം അതിൻ്റെ മുകളിലേക്ക് ബെഡുള്ള ആ ഒരു ICU വാർഡിൽ വെറും ചെറിയ 2 സ്റ്റാഫ് നഴ്സുമാർ മാത്രമാണ് അവിടെ ഉള്ളത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ ആര് ശരിയാക്കും? ഇതൊക്കെ ശരിയാക്കാൻ ആരാ ഉള്ളത്? അപ്പോൾ ആ സിസ്റ്റം ഫെയിൽ ആണെങ്കിൽ ആ സിസ്റ്റം ശരിയാക്കാനല്ലേ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത്. അത് ശരിയാക്കിയിട്ട് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥമുണ്ട്. അല്ലാതെ ഞങ്ങളിവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു പറഞ്ഞ് കുറേ കെട്ടിടങ്ങൾ ഉണ്ടാക്കി കുറേ ഉദ്ഘാടനം ചെയ്ത് FBയിൽ പോസ്റ്റ് തള്ളിയിട്ട് കാര്യമില്ല. അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളതും അവിടെ ഇനി ഏതൊക്കെ തരത്തിൽ പുരോഗതി വരുത്താന്നുള്ളതും ഇതിനു പോലും അനാസ്ഥ വരുന്ന ആളുകൾക്ക് ഏത് തരത്തിലുള്ള പരിഹാരം കൊടുക്കുക എന്നുള്ളതും അതാണ് ഇവിടെ വേണ്ടത്. അല്ലാതെ ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ കുറേ ഇടപെട്ടു, ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു, ആർക്ക് എന്തിനാ? ഇത് വെറുതെ രാഷ്ട്രീയ കളി അല്ലല്ലോ. മനുഷ്യന്റെ ജീവൻ വെച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ കളിക്കുന്നത്. അത്രയും വിശ്വാസത്തോടു കൂടിയാണ് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഓരോ രോഗിയും കടന്നു ചെല്ലുന്നത്. അല്ലാണ്ട് വെറുതെ പൈസ ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമൊന്നുമല്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആയാലും അവിടുത്തെ സേവനമായാലും അതിനൊരു ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ വരുന്നതും നടപടി ഇല്ലായ്മയും ഇതിന് മൂലം ഞങ്ങളെപ്പോലുള്ള ഇരകളുടെ കഷ്ടപ്പാടും കാണുമ്പോൾ ഇതിനോടുള്ള ഒരു വിശ്വാസ്യത തകർക്കുക കൂടിയാണ് ഈ ആരോഗ്യ സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റത്തിൻ്റെ തലപ്പത്ത് നിന്ന് ഇവരൊക്കെ ചെയ്ത് കൂട്ടുന്നതും കൂടിയാണ്. പിന്നെ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു സംരക്ഷണ നിയമം ഉള്ളതുപോലെ ഇവിടെ എത്തുന്ന സാധാരണക്കാരായ രോഗികൾക്ക് ഒരു സംരക്ഷണ നിയമം നിലവിൽ വന്നേ മതിയാവുന്നു കൂടിയാണ് ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്. പിന്നെ എന്തായാലും ചെയ്യേണ്ട ആളുകൾ ഉറങ്ങുകയാണ്. ശ്രീ അഞ്ചൽ ജോബ്, വണ്ടാനം സംഭവത്തിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ് വേണ്ടുന്നത്. അതായത് ഉഷയ്ക്ക് പ്രോപ്പർ ചികിത്സ വേണം, നഷ്ടപരിഹാരം വേണം, നടപടി ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ ഉണ്ടാകണം. അല്ലാതെ എന്തെങ്കിലും ഒരു സമിതിയെ തോന്നും പോലെ കണ്ണിൽ പൊടിയിടാൻ രൂപപ്പെടുത്തി ഒരു DME റിപ്പോർട്ടും കൊടുത്ത് ഇനി 3-5-6 മാസം അവരെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടത്തുകയല്ല വേണ്ടത്. അത് പ്രതീക്ഷിക്കാമോ? കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ അസനയ്ക്ക് തന്നെ 2 ലക്ഷം രൂപ കൊടുത്തോളൂ, ഒരു ആശ്വാസമായി അത് വേണം, ബാക്കി പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതൊന്നും കിട്ടാനല്ല. ഇത് കോടതി ഇടപെടണം. കോടതി ഇടപെട്ട് നഷ്ടപരിഹാരം ബഹുമാനപ്പെട്ട കോടതി ഒരു നിർദ്ദേശം കൊടുത്താൽ തീർച്ചയായും അത് കിട്ടും. അല്ലാതെ ആര് പറഞ്ഞാലും നടക്കുന്ന കാര്യമല്ല. ഞാൻ ഈ ഡോക്ടർ പറഞ്ഞ ഒരു വിഷയത്തെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി വേണമെന്ന് എനിക്ക് തോന്നി.
ഈ സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പകുതിയാവുമ്പോൾ നേഴ്സിൻ്റെ ഡ്യൂട്ടി 1:30 മണിക്ക് തീരും, നേഴ്സ് അങ്ങ് പോകും, പുതിയ നേഴ്സ് വന്ന് ചാർജ് എടുക്കും. ഇതൊക്കെ തെറ്റാണ്. അങ്ങേപ്പോലുള്ള ഒരു സീനിയർ ഡോക്ടർ പറയാൻ പാടില്ല. ഒരു സർജറി തുടങ്ങുമ്പോൾ ഒരു നേഴ്സ് അല്ലെങ്കിൽ പിന്നെ നേഴ്സിംഗ് അസിസ്റ്റന്റ്മാരായാലും ആ ഒരു ടീം അവസാനം വരെ ആ സർജറി തീരുന്നവർ അവിടെ പച്ച ഡ്രസ് ഇട്ടുകൊണ്ട് കാണും. അല്ലാതെ പകുതിയാവുമ്പോൾ ഡോക്ടർക്ക് clarification ഉണ്ടായിരിക്കണം. ആ ഡോക്ടർ നേഴ്സ് പോയിട്ട് പറഞ്ഞു അത് തെറ്റാണ്. കൂട്ടിച്ചേർക്കാൻ ഇതെന്താ ഇത് സംഭവമൊന്നുമല്ല. ഇതിനിപ്പോൾ കറങ്ങി തിരിഞ്ഞൊന്ന് ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സിൻ്റെ തലമണ്ടെ വെക്കാനുള്ളൊരു ചെറിയ ചൂണ്ട എറിഞ്ഞു നോക്കുവാണ്. അങ്ങനെയല്ല. ശരി, ഡോക്ടർ ശരി തെറ്റ് കാണിച്ചാൽ തെറ്റെന്ന് പറയണം, നേഴ്സ് തെറ്റ് കാണിച്ചാൽ തെറ്റെന്ന് പറയണം. അല്ലാതെ ഈ വിഷയത്തെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പാടില്ല. ഒരു പകുതിയാവുമ്പോൾ കളഞ്ഞിട്ട് പോയി അടുത്ത നേഴ്സ് വന്ന് ഡ്യൂട്ടി ഏറ്റെടുക്കും. അത് തെറ്റാണ്. അങ്ങനൊരു സംഭവവുമില്ല. അതല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കാം. ഒരു ടീം കയറി സർജറിക്ക് ചെന്നാൽ ആ സർജറി തീരുന്നവർ ആ ടീം തന്നെയാണ്. അത് 7 മണിക്കൂർ എടുത്താലോ 6 മണിക്കൂർ എടുത്താലോ ആ ടീം തന്നെയാണ് അവിടെ സർജറി ചെയ്യുന്നത്. അല്ലാതെ പകുതി ഇട്ടിട്ട് കളഞ്ഞിട്ട് പോയി പുതിയ നേഴ്സ് വന്ന് ചാർജ് എടുക്കും. ഇതെന്താണെന്നറിയാമോ? ഇതിപ്പോൾ നേഴ്സിൻ്റെ തലമണ്ടയിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഗൂഢ നീക്കമാണ്. ആ നീക്കമൊന്നും ബലപ്പോകത്തില്ല. ഇത് ആ കാര്യങ്ങൾ അറിയാവുന്ന ഒരു ഈ സമൂഹത്തിലുണ്ട്. ഡോക്ടർ 30 സെക്കൻഡിൽ മറുപടി. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് സംസാരിക്കുന്നത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും സ്വകാര്യ മേഖലയിലും വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. നേരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിരുന്നു, അതിനുശേഷം സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. ഈ ഷിഫ്റ്റ് അനുസരിച്ചിട്ട് സിസ്റ്റർമാർ മാറുന്നു എന്നുള്ളൊരു വസ്തുത ഞാൻ പറഞ്ഞു. ആ സിസ്റ്റത്തിന്റെ പാളിച്ചയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ സിസ്റ്റർമാർ തലയിൽ അബദ്ധം ഏൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഈ സിസ്റ്റത്തിന്റെ പാളിച്ചയാണെന്നാണ് ഞാൻ പറഞ്ഞത്. യെസ്, തീർച്ചയായും. അവസാനമായി ശ്രീ സത്യൻ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ സിസ്റ്റം ശരിയാകണം. അത് പറഞ്ഞ് നാക്ക് ഉളുക്കുന്നതല്ലാതെ കാര്യമൊന്നും നടക്കുന്നില്ല. അതിന് നടത്തേണ്ടവർ ഉറക്കത്തിലുമാണ്. നടത്തിയേ പറ്റൂ, നേരെയായേ പറ്റൂ. അല്ലെങ്കിൽ ഇതുപോലെ സംഭവങ്ങൾ കേരളത്തിൽ അങ്ങോട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്നുകൊണ്ടേയിരിക്കും. ശരി, വളരെയധികം നന്ദി അതിഥികൾക്ക്. അങ്ങനെ കേരളം മറ്റൊന്ന് കൂടി കേട്ടുകൊണ്ട് അങ്ങനെ ലജ്ജിച്ച് നിൽക്കുന്നു, അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആളുകൾ അങ്ങനെ കൈമലർത്തുകയാണ്. അതാണ് ലജ്ജാകരം. എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതെ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇക്കാര്യത്തിലുണ്ടാകണം. ഈ പറയുന്ന ഇരയായിട്ടുള്ള ഉഷയ്ക്ക് അർഹിക്കുന്ന രീതിയിലുള്ള വൈദ്യസഹായം നൽകണം, നഷ്ടപരിഹാരവും നൽകണം.